എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ഇംഗ്ലീഷിലെ യൂണിറ്റിൽ 3ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ഫുൾ ആക്ടിവിറ്റീസും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എക്സാമിന് എന്താ ഉണ്ടാവുക, ആദ്യം കോംപ്രിഹെൻഷനാണ്. ഒരു പാസേജ് തരും, അതിൽ നിന്ന് 5 ചോദ്യങ്ങളുണ്ടാവും. 5 ചോദ്യത്തിനും കറക്റ്റ് നമ്മൾ ആൻസർ ചെയ്യാതാണ് നമുക്ക് ആദ്യത്തെ ചോദ്യം ഉണ്ടാവുക. ഓക്കെ. മൈ enthusiasm knew no bounds. I was only 8, but I was going to contribute in a meaningful way to the household income. For many days, I had noticed the amount of food on my mother and grandmother's plates becoming lesser and lesser as they divided the portion between all of us. The children were always fed first, and I don't remember any of us ever going hungry. ഒബ്വിയസ്ലി ദ വിമൻ വെർ കോംപ്രമൈസിങ് ഓൺ ദെയർ ഷെയർ. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിലൊരു ഭാഗമാണ്. അപ്പോൾ ചോദ്യം നോക്കാം. വാട്ട് വാസ് ദ ജനറൽ കണ്ടീഷൻ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി ഡ്യൂ ടു ദ വേൾഡ് വാർ സെക്കൻഡ്? അപ്പോൾ വേൾഡ് വാർ സെക്കൻഡ് നടക്കുകയാണ്. അപ്പോൾ എന്താണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ? എ സ്റ്റേറ്റ് ഓഫ് പ്രോസ്പെരിറ്റി, നല്ലൊരു പ്രോസ്പെരിറ്റി ആണോ ഉണ്ടായിരുന്നതെല്ലാം. എ പീസ്ഫുൾ ആൻഡ് കാം എൻവയൺമെൻറ്റ്. എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി വിത്ത് സാങ്ഷൻസ് ആൻഡ് റേഷൻസ്. എ പീരീഡ് ഓഫ് റാപ്പിഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി വിത്ത് സാങ്ഷൻസ് ആൻഡ് റേഷൻസ്. നമ്മൾ പാഠത്തിൽ പറഞ്ഞല്ലേ, ഒരുപാട് നിയന്ത്രണങ്ങളും അതേപോലെ തന്നെ ഫുഡിനൊക്കെ റേഷനൊക്കെ ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എമംഗ് ദ ഐറ്റംസ് ദാറ്റ് ബിക്കെയിം ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ ഫോർ ദ നറേറ്റേഴ്സ് ഫാമിലി? ഫുഡ്, ക്ലോത്ത്സ്, നീഡ് ഓഫ് ബേബീസ്, ന്യൂസ് പേപ്പർ. അപ്പോൾ ഇതിൽ നോട്ടാണ് പറഞ്ഞത്, ന്യൂസ് പേപ്പറാണ് കറക്റ്റ് ആൻസർ. ബാക്കിയൊക്കെ അവർക്ക് ആവശ്യമുള്ള ഫുഡ്, ക്ലോത്ത്, നീഡ്സ് ഓഫ് ബേബീസൊക്കെ അവർക്ക് ആവശ്യമുള്ളായിരുന്നു. വാട്ട് വാസ് ദ ഫോൾ ഔട്ട് ഓഫ് ദ വാർ ടൈം കണ്ടീഷൻ ദാറ്റ് ഡയറക്റ്റ്ലി എഫക്റ്റഡ് ന്യൂസ് പേപ്പർ ഡെലിവറി? എന്തായിരുന്നു ന്യൂസ് പേപ്പർ ഡെലിവറിയെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്തത്? ദ ന്യൂസ് പേപ്പർ ഏജൻസി വെൻറ്റ് ഔട്ട് ഓഫ് ബിസിനസ്. ദ ട്രെയിൻ no longer stopped at Rameshwaram station. People stopped reading newspaper. The price of newspaper increased dramatically. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ലാണ്ടായി, രാമേശ്വരം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ലാണ്ടായി. അതാണ് മെയിൻ കാരണം. ന്യൂസ് പേപ്പർ ഏജൻസി വെൻറ്റ് ഔട്ട് ബിസിനസ്, അല്ലെങ്കിൽ പീപ്പിൾ സ്റ്റോപ്ഡ് റീഡിങ് ന്യൂസ് പേപ്പർ വായിക്കുന്നതേ നിർത്തി. അതൊന്നല്ല, കറക്റ്റ് ആൻസർ ഇതാണ്. അപ്പോൾ ട്രെയിനിൽ സ്റ്റോപ്പ് ഇല്ലാണ്ടായി. ഹൗ ഡിഡ് ഷംസുദ്ദീൻ റിയാക്റ്റഡ് ടു ദ ന്യൂ ചലഞ്ച് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ? അപ്പോൾ അവിടെ രാമേശ്വരം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ലാണ്ടായി. എങ്ങനെയാണ് അദ്ദേഹം ആ ചലഞ്ചിനെ ഏറ്റെടുത്തത്? ഹി ഗേവ് അപ്പ് ദ ബിസിനസ്. അദ്ദേഹം ബിസിനസ് തന്നെ ഉപേക്ഷിച്ചു. ഹി സോട്ട് ഹെൽപ്പ് ഫ്രം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഹെൽപ്പ് ചോദിച്ചു. ഹി ഫൗണ്ട് എ ക്രിയേറ്റീവ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ഒരു നല്ലൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഹി ആസ്ക്ഡ് ദ നറേറ്റേഴ്സ് ടു സോൾവ് ഇറ്റ് അലോൺ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഹി ഫൗണ്ട് എ ക്രിയേറ്റീവ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. നെക്സ്റ്റ്, ദ ഫ്രേസ് അവർ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി സജസ്റ്റ് ദാറ്റ് ദം. അപ്പോൾ ഇതിൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവർ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി, വാസ് അൺഅവെയർ ഓഫ് ദ പ്രോബ്ലംസ്, എക്സ്പീരിയൻസ് ദ ഹാർഡ്ഷിപ്സ് വെരി ഇൻറ്റൻസീവ്ലി, മാനേജ് ടു അവോയ്ഡ് ഓൾ ഡിഫിക്കൽട്ടീസ്, ഫൗണ്ട് ദ സിറ്റുവേഷൻ അമേസിങ്. അപ്പോൾ ശരിയായ ആൻസർ എന്താണ്? എക്സ്പീരിയൻസ് ദ ഹാർഡ്ഷിപ്സ് വെരി ഇൻറ്റൻസീവ്ലി. അപ്പോൾ കോംപ്രിഹെൻഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ 5 ചോദ്യങ്ങളുണ്ടാവും, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗം പാസേജ് തരും, അതിൽ നന്നായി ചോദ്യവും ഉത്തരമൊക്കെ ഉണ്ടാവും. നമ്മൾ കറക്റ്റ് അത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആരും ആ മാർക്ക് മിസ്സാക്കരുത്. ഇനി അടുത്തത് ലെറ്റർ റൈറ്റിംഗ് ആണ്. Write a letter from Kala to his friend describing his new job and how he feels about it during the war. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതാണ്. അപ്പോൾ ആദ്യം ഹൗസ് നമ്പർ 12 മാർക്കറ്റ് സ്ട്രീറ്റ്, രാമേശ്വരം. അപ്പോൾ പ്ലേസ് എഴുതുക, ഡേറ്റ് എഴുതുക. ഇനി മൈ ഡിയറസ്റ്റ് ഫ്രണ്ടിനൊരു സല്യൂട്ടേഷൻ കൊടുക്കണം. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ലൈഫ് ഹിയർ ഇൻ രാമേശ്വരം വാസ് ചേഞ്ച്ഡ് എ ലോട്ട് സിൻസ് ദ വാർ സ്റ്റാർട്ടഡ്. അപ്പോൾ നിങ്ങൾക്ക് സുഖാന്ന് വിചാരിക്കുന്നു. ഇവിടെ രാമേശ്വരിലെ ജീവിതമൊക്കെ കുറച്ച് ചേഞ്ച് ആയിക്കുന്നു. വാർ സ്റ്റാർട്ടഡ്, യുദ്ധം തുടങ്ങിയത് മുതൽ കുറച്ചൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. തിങ്സ് ആർ ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് എസ്പെഷ്യലി ഫോർ ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. തിങ്സൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടിലായി വരികയാണ്. ഫുഡിനും ക്ലോത്തിനൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ബട്ട് ഐ ഹാവ് എക്സൈറ്റിംഗ് ന്യൂസ്
എനിക്ക് ഒരു എക്സൈറ്റിംഗ് ന്യൂസ് ഉണ്ട്. മൈ കസിൻ ഷംസുദ്ദീൻ അണ്ണ ഹാസ് ഗിവൺ മീ വെരി ഇമ്പോർട്ടൻറ്റ് ജോബ്. എനിക്കൊരു ജോലി കിട്ടി. ഷംസുദ്ദീനൊക്കെ എനിക്കൊരു ജോലി തന്നു. യു നോ ഹൗ ദ മോർണിംഗ് ട്രെയിൻ ഡസൻ സ്റ്റോപ്പ് ഹിയർ എനിമോർ. നിങ്ങൾക്ക് അറിയില്ലേ ഇവിടെ മോർണിംഗ് ട്രെയിനിന് സ്റ്റോപ്പില്ലാന്ന്. വെൽ ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ആർ നൗ ത്രോൺ ഔട്ട് ഫ്രം ദ മൂവിങ് ട്രെയിൻ ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ കെട്ടുകളൊക്കെ മൂവിങ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് എറിയാണ് ചെയ്യുന്നത്. മൈ ജോബ് ഈസ് ടു കളക്ട് ദം ആൻഡ് ദെൻ ഡെലിവർ ദം ഓൾ ഓവർ ടൗൺ. അപ്പോൾ എൻ്റെ ജോലി എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കളക്ട് ചെയ്യുക, എന്നിട്ട് എല്ലാ സ്ഥലത്തും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇറ്റ്സ് ഹാർഡ് വർക്ക് ബട്ട് ഐ ലവ് ഇറ്റ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാൽ എനിക്കിഷ്ടമാണ്. ഐ ഫീൽ വെരി പ്രൗഡ് ബിക്കോസ് ഐ ആം ഏണിങ് മണി ടു ഹെൽപ്പ് അവർ ഫാമിലി. അപ്പോൾ ഞാൻ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിക്ക് കുറച്ച് പൈസ എനിക്ക് കൊടുക്കാൻ കഴിയുമല്ലോ എന്നതുകൊണ്ടാണ്. ഇറ്റ് ഫീൽസ് ഗുഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ഈവൻ ദോ ഐ ആം ഓൺലി 8. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീലിങ്സാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ എന്നാലോചിച്ച് എനിക്ക് കുറച്ച് പ്രൗഡ് ആവുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബിച്ച് ലൈക്ക് എൻ അഡ്വെഞ്ചർ എവറി മോർണിംഗ്. എല്ലാ ദിവസവും ഒരു സാഹസികത പോലെയാണ്. റൈറ്റ് ബാക്ക് സൂൺ ആൻഡ് ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ് യുവർ ലവിങ് ഫ്രണ്ട് കലാം. അപ്പം നീ തിരിച്ച് എഴുതണം, നീ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഒക്കെ പറഞ്ഞിട്ട് നീ എനിക്കും തിരിച്ച് ലെറ്റർ എഴുതണം, അതായത് മറുപടി എഴുതണം. റൈറ്റ് ബാക്ക് സൂൺ ആൻഡ് ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ് യുവർ ലവിങ് ഫ്രണ്ട് കലാം. ഇനി അടുത്തത് നെറ്റ് കലാം എക്സൈറ്റഡ്. റൈറ്റ് സംതിങ് ഹിസ് ഫീലിങ്സ് ആൻഡ് ദ റീസൺ ബിഹൈൻഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ് റിഗാർഡിങ് ന്യൂ ജോബ്. അപ്പോൾ ഒരു ഡയറി എഴുതാനാണ്. അപ്പം ജൂലൈ 5, 1913 ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം. ടുഡേ വാസ് എ ബിഗ് ഡേ. ഇന്നൊരു നല്ലൊരു ദിവസമാണ്. ഷംസുദ്ദീൻ ടോൾഡ് മീ ദ ട്രെയിൻ വോണ്ട് സ്റ്റോപ്പ് രാമേശ്വരം എനിമോർ ബിക്കോസ് ഓഫ് ദ വാർ. ദാറ്റ്സ് ഹൗ അവർ ന്യൂസ് പേപ്പർ കം. ഇന്ന് ഷംസുദ്ദീൻ വന്ന് എന്നോട് പറഞ്ഞു രാമേശ്വരത്ത് ഇനി സ്റ്റോപ്പില്ല. അങ്ങനെ രാമേശ്വരത്തിലൂടെയാണ് ആ സ്റ്റോപ്പിലാണ് നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ വരുന്നത്. ബട്ട് ഷംസുദ്ദീൻ ഫൗണ്ട് എ വേ. അദ്ദേഹം വേറൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ആസ്ക്ഡ് മീ ടു ഹെൽപ്പ്. എന്നോട് സഹായിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ വിൽ കളക്ട് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ദേ ത്രോ ഫ്രം ദ മൂവിങ് ട്രെയിൻ. അപ്പോൾ അവർ മൂവിങ് ട്രെയിനിൽ നിന്ന് എറിയുന്ന ബണ്ടിൽസ് എനിക്ക് കളക്ട് ചെയ്യണം. ഇറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. നല്ല എക്സൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഐ ആം ഓൺലി 8 ബട്ട് ഐ വിൽ ഏൺ മണി. എനിക്ക് 8 വയസ്സേ ഉള്ളൂ, പക്ഷേ ഞാൻ എന്താക്കും, ഏൺ ചെയ്യും, പൈസ സമ്പാദിക്കും. അവർ ഫാമിലി നീഡ്സ് ഇറ്റ്. എൻ്റെ കുടുംബത്തിന് ഇപ്പോൾ അത് അത്യാവശ്യമാണ്. അമ്മ ഡോണ്ട് ഈറ്റ് മച്ച് ദീസ് ഡേയ്സ്. അമ്മയൊന്നും ഇപ്പോൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഐ വാണ്ട് ടു ഹെൽപ്പ് ദം. എനിക്ക് അവരെ സഹായിക്കണം. ഐ ആം വെരി ഹാപ്പി ടു ഹാവ് ദിസ് ജോബ്. എനിക്ക് ഈ ജോബ് ചെയ്യുന്നതിന് വളരെ ഇഷ്ടമാണ്. ഷംസുദ്ദീൻ ഈസ് സോ കൈൻഡ് ടു മീ. ഷംസുദ്ദീൻ വളരെ ദയുള്ളവനാണ്, എന്നോട് ഭയങ്കര ദയുള്ളവനാണ്. ഒന്നുകൂടി വായിച്ചു നോക്കാം. ആദ്യം ഡേറ്റ് എഴുതാൻ ആരും മറക്കരുത്. ടുഡേ വാസ് എ ബിഗ് ഡേ. ഷംസുദ്ദീൻ ടോൾഡ് മീ ദ ട്രെയിൻ വോണ്ട് സ്റ്റോപ്പ് ഇൻ രാമേശ്വരം എനിമോർ ബിക്കോസ് ഓഫ് ദ വാർ. ദാറ്റ്സ് ഹൗ അവർ ന്യൂസ് പേപ്പേഴ്സ് കം. ബട്ട് ഷംസുദ്ദീൻ ഫൗണ്ട് എ വേ. ഹി ആസ്ക്ഡ് മീ ടു ഹെൽപ്പ്. ഐ വിൽ കളക്ട് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ദേ ത്രോ ഫ്രം ദ മൂവിങ് ട്രെയിൻ. ഇറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. I am only 8 but I will earn money. Our family needs it. Amma don't eat much these days. I want to help them. I am very happy to have this job. Shamsuddin is so kind to me. ഇനി അടുത്തൊരു കോൺവെർസേഷനാണ്. ഇപ്പോൾ ഷംസുദ്ദീനും കലാമും ഉള്ളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ ഷംസുദ്ദീൻ പറയും, കലാം ഐ ഹാവ് എ ന്യൂ ജോബ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി എനിക്കൊരു ജോലി കണ്ടെത്തിയിട്ടുണ്ട്. കലാം എ ജോബ്. ഷംസുദ്ദീൻ എന്നാ ഫോർ മീ. എനിക്ക് വേണ്ടിയോ? ഷംസുദ്ദീൻ യെസ്. ദ ട്രെയിൻ വോണ്ട് സ്റ്റോപ്പ് ഹിയർ എനിമോർ സോ വി നീഡ് ടു കളക്ട് ദ പേപ്പേഴ്സ് ത്രോൺ ഫ്രം ഇറ്റ്. ഇനി മുതൽ ഇവിടെ അങ്ങനെ ട്രെയിനൊന്നും നിൽക്കില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യണം. അവിടെ നിന്ന് ട്രെയിനിൽ നിന്ന് എറിയുന്ന ന്യൂസ് പേപ്പർ നമുക്ക് കളക്ട് ചെയ്യണം. ത്രോൺ ഫ്രം ദ ട്രെയിൻ, ദാറ്റ് സൗണ്ട് ഫൺ. ട്രെയിനിൽ നിന്ന് എറിയേ, അതൊരു രസകരമായിരിക്കുന്നല്ലോ. ഷംസുദ്ദീൻ ഇറ്റ് വിൽ ബി. യു വിൽ കളക്ട് ദം ആൻഡ് ദെൻ ഹെൽപ്പ് ഡെലിവർ ദം അറൗണ്ട് ദം. നീ അത് കളക്ട് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഡെലിവർ ചെയ്യണം. ഐ വിൽ ഡു. ഐ വാണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി. എനിക്ക് എൻ്റെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യണം. ഷംസുദ്ദീൻ ഗുഡ് ബോയ് കലാം. യു വിൽ ബി ഗ്രേറ്റ് ഹെൽപ്പ്. അപ്പോൾ എന്താണ് ഷംസുദ്ദീൻ പറയാണ്, കലാം ഐ ഹാവ് ന്യൂ ജോബ് ഫോർ യു. കലാം എ ജോബ്. ഷംസുദ്ദീൻ അണ്ണ ഫോർ മീ. ഷംസുദ്ദീൻ യെസ്. ദ ട്രെയിൻ വോണ്ട് സ്റ്റോപ്പ് ഹിയർ എനിമോർ സോ വി നീഡ് ടു കളക്ട് ദ ന്യൂസ് പേപ്പർ ത്രോൺ ഫ്രം ഇറ്റ്.
Kalam, thrown from the train. That sound fun. Shamsuddin, it will be. You will collect them and then help deliver them around town. Kalam, I will do it. I want to help our family. Shamsuddin, good boy. Kalam, you will be great help. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ ആണ്. മീൻസ് ഐ ക്യാൻ ഹെൽപ്പ് അവർ ഫാമിലി. അപ്പോൾ നമ്മളുടെ ടാഗായിട്ട് എന്താ ഇതെൻ്റെ ഡസിൻറ്റ് ഇറ്റ്. ഇനി അടുത്തത് യു ആർ എക്സൈറ്റഡ്. ദ ട്രെയിൻ ഈസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് റൈറ്റ് ഹിയർ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഈസിൻറ്റ് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ടാഗാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് ദിസ് ജോബ് മീൻസ് ഐ ക്യാൻ ഹെൽപ്പ് അവർ ഫാമിലി. അപ്പോൾ എന്തായിരിക്കും കലാമ തിരിച്ച് ചോദിച്ചിട്ടുണ്ടാവുക? ഡസിൻറ്റ് ഇറ്റ്. ഓക്കെ, ഡസിൻറ്റ് ഇറ്റ്. ഇനി അടുത്ത യു ആർ എക്സൈറ്റഡ് അബൌട്ട് കളക്ടിങ് ദോസ് ബണ്ടിൽസ് ഫ്രം ദ മൂവിങ് ട്രെയിൻ. അപ്പം എന്തായിരിക്കും ടാഗ് ചോദിച്ചിട്ടുണ്ടാവുക? ആറിഞ്ച് യു. മൂവിങ് ട്രെയിൻ ആറിഞ്ച് യു. അതായത് ഇവിടെ പോസിറ്റീവാണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരണം. അപ്പോൾ ആർ ഇഞ്ച് യു. ഇനി അടുത്തത് ഗെറ്റിംഗ് ഫുഡ് വാസ് റിയലി ഹാർഡ് ഫോർ അമ്മ. അപ്പോൾ എന്തായിരിക്കും തിരിച്ച് ചോദിച്ചിട്ടുണ്ട്? വാസിൻറ്റ് ഇറ്റ്. വാസാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അതിനോടുകൂടി നോട്ട് തേക്കുക, വാസിൻറ്റ് ഇറ്റ്. ദിസ് ന്യൂ വേ ഓഫ് ഗെറ്റിംഗ് പേപ്പർ ഈസ് ക്വയറ്റ് യുണീക്ക്. അപ്പോൾ അവിടെ എന്താ ടാഗ് യൂസ് ചെയ്ത്? ഈസിൻറ്റ് ഇറ്റ്. ഓക്കെ. അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു 4 ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. കോംപ്രിഹെൻഷൻ, ലെറ്റർ റൈറ്റിംഗ്, അതേപോലെ തന്നെ ഒരു ഡയറി റൈറ്റിംഗ്, കോൺവെർസേഷൻ, അതേപോലെ തന്നെ ടാഗ് ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലിറ്റിൽ തിങ്സ് മാറ്ററും ലോങ് വാക്ക് വിത്ത് ഗ്രാനിയുടെയും ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യുക. താങ്ക്